8-8-8 മോഡൽ, അതായത് 888 മോഡൽ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന രീതിയിൽ ഒരു ദിവസത്തെ വിഭജിച്ചുകൊണ്ടുള്ള വർക്ക് പാറ്റേൺ ലോകത്തിന് കിട്ടിയത് ദീർഘകാലത്തെ പ്രക്ഷോഭത്തിന് ശേഷമാണ്. എന്നാൽ സെക്സ് ചെയ്യാൻ പോലും ദമ്പതികൾക്ക് സമയം കിട്ടാത്ത 9-9-6 മോഡൽ. ജോലി സമ്മർദ്ദത്താൽ ലഹരിക്ക് അടിമകളായവർ ഒട്ടേറെ പേരാണ്. ഹൃദ്രോഗവും BP-യും അടക്കമുള്ള പാർശ്വഫലങ്ങളും ഇതിനുണ്ട്. ഈ മോഡൽ ചൈന പോലും നിരോധിച്ച ഭീകര വർക്ക് പാറ്റേൺ ആണ്. എന്നാൽ ഇത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാപിറ്റലിസവും പുതിയ ജോലി സംസ്കാരവും വ്യാപകമായതോടെ 888 മോഡൽ മടിയന്മാരെ സൃഷ്ടിക്കുന്ന ഷിഫ്റ്റ് എന്ന പേരിൽ വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നാൽ തൊട്ടതിനും പിടിച്ചതിനും അവധിയെടുക്കുന്ന പൊതുരീതിയും ഉത്സവവും ദിനാചരണങ്ങളുമൊക്കെയായി ഒരുപാട് പൊതു അവധികളുമൊക്കെയായി ജോലി സമയം കുറയുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഭാഗികമായി മടിയന്മാരായി മാറുന്ന ഒരു യുവതലമുറയ്ക്ക് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്? ആഴ്ചയിൽ 100 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് നമ്മുടെ യുവാക്കളുടെ ജോലി സമയം കൂട്ടേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ കോർപ്പറേറ്റ് മേഖലയിലടക്കം നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ നമ്മുടെ വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള ഒരു വലിയ സംവാദം ഉയർന്നു വന്നിരിക്കുന്നത് ഇൻഫോസിസിന്റെ സ്ഥാപകനായിട്ടുള്ള നാരായണ മൂർത്തിയിൽ നിന്നാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കായി ജീവനക്കാർ 72 മണിക്കൂർ ജോലി ചെയ്യണമെന്നും ഇതിനായി 9-9-6 വർക്ക് മോഡൽ അനുവദിക്കണമെന്നും മൂർത്തി പറഞ്ഞത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകളും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുമെല്ലാം ഈ മോഡലിനെ എതിർക്കുകയാണ്. ഇതോടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉള്ള രാജ്യമായി ഇന്ത്യയുടെ വർക്ക് കൾച്ചറും ചർച്ചയാവുകയാണ്. ഇനി നമുക്ക് എന്താണോ ഈ 9-9-6 മോഡൽ എന്ന് നോക്കാം. നാരായണമൂർത്തി പറഞ്ഞ 9-9-6 വർക്ക് മോഡലിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ജോലി. അതും ആഴ്ചയിൽ 6 ദിവസം. അപ്പോൾ ആഴ്ചയിൽ 72 മണിക്കൂർ ജോലി. ചൈനയിലെ ടെക് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഈ ജോലി രീതിയാണ്. ആലിബാബ, വാവേ, ബെറ്റാൻസ് പോലുള്ള പ്രമുഖ ചൈനീസ് കമ്പനികൾ ഈ രീതിയാണ് അവലംബിച്ചിരുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ യുവാക്കൾ അധിക സമയം ജോലി ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകുന്നു എന്നാണ് 79-കാരനായ ഒരുപാട് തൊഴിലാളികളെ കണ്ട നാരായണമൂർത്തിയുടെ അഭിപ്രായം. ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സ്വതവേ സംസാരിക്കാൻ പിശുക്കനായ അദ്ദേഹം മനസ്സ് തുറന്നത്. ഒരാൾ ആദ്യം തൻ്റെ താല്പര്യം കണ്ടെത്തണം. അതിനുശേഷം മാത്രം വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കഠിനാധ്വാനമില്ലാതെ ഒരു വ്യക്തിയോ സമൂഹമോ ഒരു രാജ്യമോ ഉയർന്നു വന്നിട്ടില്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ വർഷം ചൈനയിൽ പോയിരുന്നു. അവിടുത്തെ 3 വ്യത്യസ്ത നഗരങ്ങൾ അവർ സന്ദർശിച്ചു. യഥാർത്ഥ ചൈനയെ മനസ്സിലാക്കുന്നതിന് ടയർ 3 നിലവാരത്തിലുള്ള ഹോട്ടലുകളായിരുന്നു അവർ താമസിച്ചത്. ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചൊല്ലുണ്ട്, 9-9-6. അതായത് രാവിലെ 9 മുതൽ രാത്രി 9 വരെ, അതും ആഴ്ചയിൽ 6 ദിവസം, അതായത് ആഴ്ചയിൽ 72 മണിക്കൂർ എന്നാണ് നാരായണമൂർത്തി പറഞ്ഞത്. ഈ വാക്കുകൾ വൈറലായതോടെ ഒട്ടേറെ പേർ വിഷമത്തിൽ അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മോശം അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന ജീവിത ചെലവും കാരണം ഇന്ത്യക്കാർ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. ചൈനയുടെ അതേ നിലവാരത്തിലുള്ള ശമ്പളവും അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത ചെലവും നൽകണമെന്നും മറ്റും ചിലർ കമന്റ് ബോക്സിലും കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് 72 മണിക്കൂർ ജോലിയല്ല ആവശ്യം, മറിച്ച് വീട് വാടക, പലചരക്ക് സാധനങ്ങൾ, സ്കൂൾ ഫീസ്, പെട്രോൾ എന്നിവയ്ക്ക് ആനുപാതികമായിട്ടുള്ള ശമ്പളമാണ്. 2023 നാരായണമൂർത്തി 72 മണിക്കൂർ ജോലി ചെയ്യണമെന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നാരായണമൂർത്തിയെ പിന്തുണച്ച് ചിലർ രംഗത്തെത്തിയെങ്കിലും പൊതുവിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഏറ്റവും വിചിത്രം, ചൈന ഒഴിവാക്കിയ ഒരു മോഡലാണ് ഇത് എന്നാണ്. തൊഴിലാളികളെ ഏത് രീതിയിൽ പിഴിഞ്ഞെടുക്കണമെന്ന് നന്നായി അറിയുന്നവരാണ് ചൈന. അവർ പോലും ഒരു മോഡൽ നിരോധിക്കണമെങ്കിൽ അത് എത്ര ഭീകരമായിരിക്കണം. 2010 മുതലാണ് ചൈനയിൽ ഈ മോഡൽ തുടങ്ങിയത്. IT ബൂമിൽ ചൈന തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു അത്. കൂടുതൽ വർക്കുകൾ വന്നതോടെ ജീവനക്കാരെ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കമ്പനികൾ മെനഞ്ഞു. ഓവർ ടൈം ജോലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാത്രി വൈകിയും ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ടാക്സി നിരക്കുകൾ തിരികെ ലഭിക്കുന്നത് പോലുള്ള നിരവധി നടപടികൾ കമ്പനികൾ സ്വീകരിച്ചു തുടങ്ങി. ഈ ഓവർ ടൈമാണ് പതുക്കെ വളർന്ന് 9-9-6 വർക്ക് പാറ്റേണിലേക്ക് എത്തിയത്.
പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും വൈകാതെ കണ്ടു തുടങ്ങി. വ്യായാമം പോലും കുറഞ്ഞതോടെ ജീവനക്കാരിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നു. വിരോധത്തിനുള്ള അവസരമില്ലാതായതോടെ അവരുടെ വർക്കിലെ ക്വാളിറ്റി കുറഞ്ഞു. തെറ്റുകൾ പതിവായി. തൊഴിലിടങ്ങളിൽ ജീവനക്കാർ തമ്മിലുള്ള സംഘർഷവും ആവർത്തിക്കപ്പെട്ടു. ഒട്ടും സന്തോഷമില്ലാതെ ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന ഒരു തലമുറയെയാണ് ചൈന പിന്നീട് കണ്ടത്. മാത്രമല്ല, ആഴ്ചയിലെ ഒരു ദിവസത്തെ അവധിക്കിടയിൽ സമ്പൂർണമായ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കും ഒരു പറ്റം വഴിതെറ്റി. ജോലി സമയത്തും മണമറിയാത്ത സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്ന പ്രവണത വർദ്ധിച്ചു വന്നു. ഡിവോഴ്സുകളും കൂടിയ കാലമായിരുന്നു അത്. മാറി മാറിയുള്ള ഷിഫ്റ്റിന്റെ പ്രശ്നങ്ങൾ മൂലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും കഴിയുന്നില്ല എന്ന് ദമ്പതികൾ പരാതി പറഞ്ഞ കാലം. ചിലയിടത്ത് ഓഫീസ് മേധാവികളാണ് പ്രതിഷേധത്തിന് പാത്രമായത്. ജീവനക്കാരുടെ ശകാരത്തിനും എന്തിന് സമ്മർദ്ദത്തിനും കൊലകളിലേക്കും അത് നയിച്ചിരുന്നു. അങ്ങനെ 2019 ഓൺലൈനിൽ വന്ന പ്രതിഷേധങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. ഒപ്പം ചൈനീസ് മാധ്യമങ്ങളിലും അതിന്റെ അലകളെത്തി. 2021 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പീപ്പിൾസ് ഡെയിലി തന്നെ സംവിധാനത്തെ വിമർശിച്ച് ലേഖനം എഴുതി. മറ്റു മാധ്യമങ്ങളും 996 വർക്കിംഗ് സിസ്റ്റത്തെ വിമർശിച്ചു. സിൻഹുവ ന്യൂസ് ഏജൻസിയിലെ സിൻ ഷി പിങ് പറഞ്ഞത് ഈ സിസ്റ്റം തൊഴിൽ നിയമം ലംഘിക്കുകയും ആരോഗ്യത്തെയും ഭാവിയെയും മറികടക്കുകയും ചെയ്യുന്നു എന്നാണ്. അതേപോലെ ചൈന 996 വർക്ക് ഷിഫ്റ്റ് നിർത്താനുള്ള മറ്റൊരു കാരണമായി പറയുന്നത് ചൈനയിൽ യുവാക്കളുടെയും കുട്ടികളുടെയും എണ്ണം വല്ലാതെ കുറയുന്നുവെന്നത് ചൂണ്ടിക്കാട്ടിയാണ്. ഇത്തരം സമ്മർദ്ദ ജോലിയിൽ കഴിയുന്നവർ പാരന്റിംഗ് ആഗ്രഹിക്കുന്നില്ല. മാതാപിതാക്കളായി ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം മാത്രമല്ല വേണ്ടത് എന്നത് ചൈന ഇപ്പോൾ തിരിച്ചറിയുന്നു. ഒരു കാലത്ത് രണ്ടാമതൊരു കുട്ടി ജനിച്ചാൽ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്തിയിരുന്ന ചൈനയിൽ ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ആദ്യത്തെ 3 വർഷം 1.5 ലക്ഷം രൂപ നൽകുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. ഏറെക്കാലം ലോകത്ത് ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്ന ചൈനയിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയുകയാണ്. പുതിയ തലമുറയ്ക്ക് കുട്ടികളെ പരിപാലിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നതാണ് ചൈനീസ് സർക്കാരിനെ കുഴയ്ക്കുന്നത്. മൂർത്തിയുടെ ആഹ്വാനം വരുമ്പോഴും ഇന്ത്യൻ തൊഴിലാളികൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരിൽ പെടുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 2025 ഡാറ്റ പ്രകാരം ഇന്ത്യൻ ജീവനക്കാർ ഇതിനകം ആഴ്ചയിൽ ശരാശരി 46.7 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ഇത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണ്. കൂടാതെ ഇന്ത്യയിലെ 2024 സർവേ പ്രകാരം 88% ജീവനക്കാർക്കും ഓഫീസ് സമയത്തിന് പുറത്തും ജോലി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ദീർഘ യാത്രകൾ, ഗതാഗതക്കുരുക്ക്, കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന ജോലികൾ എന്നിവ പല ഇന്ത്യൻ തൊഴിലാളികളുടെയും ദിവസത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഈ അമിത ജോലി സമയം മാനസികാരോഗ്യ വെല്ലുവിളികൾക്കും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ പല ഇന്ത്യൻ കമ്പനികളിലും ജീവനക്കാർ 12 മണിക്കൂറോളം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വർക്ക് ഷിഫ്റ്റ് എന്ന രീതിയിൽ വന്നാലുള്ള അവസ്ഥ എന്താകുമെന്നാണ് ചോദ്യം.